ബാലഗോപാൽ, ഇപ്പോ അങ്ങ് പറഞ്ഞു തുടക്കത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു 4 വർഷം ഡൽഹിക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു. ഇലക്ട്രിസിറ്റി ചാർജിലാകട്ടെ, വെള്ളക്കരത്തിലാകട്ടെ, ബസ് ഫെയറിലാകട്ടെ, ഇങ്ങനെ പല കാര്യങ്ങളിൽ ഒരിക്കലും പ്രാവർത്തികമാകില്ല, പ്രകടന പത്രികയിൽ മാത്രം ഒതുങ്ങും എന്ന് വിചാരിച്ച പല കാര്യങ്ങൾ യാഥാർത്ഥ്യമായി. മന്ത്രവടിയൊന്നുമില്ല എൻ്റെ കയ്യിൽ എന്ന് അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞിരുന്നു അരവിന്ദ് കെജ്രിവാളെങ്കിലും ഏറെക്കുറെ ഒരു മന്ത്രവടി വീശിയോ എന്ന് തോന്നൽ ഉണ്ടായിരുന്നു ആദ്യകാലത്ത്. പക്ഷെ പിന്നീട് അതൊരു ശീലമായി മാറുകയാണ് ജനതയുടെ. അതായത് അതൊരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് അല്ല, ഞങ്ങൾ ഇതൊക്കെ ഒരു അവകാശം പോലെ അനുഭവിക്കുകയാണ് എന്നൊരു സാഹചര്യം. അവിടെയാണ് പുതിയ പദ്ധതികൾ ഉണ്ടാകുന്നില്ല എന്ന ഒരു ചിന്ത പോലും പരാതി പോലും ഉണ്ടാകുന്നത്. അങ്ങനെ ഈ അവകാശങ്ങൾ, ഈ പറയുന്ന ആനുകൂല്യങ്ങളൊക്കെ ശീലമായി പോയ ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വീണ്ടും അധികാരത്തിൽ വരുന്നൊരു സർക്കാരിന് സ്വാഭാവികമായും വലിയൊരു ടാസ്ക്കാണ്. പ്രത്യേകിച്ചും ഇന്ത്യൻ സാഹചര്യങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ സമരഭരിതമായ ഒരു പശ്ചാത്തലം ഉണ്ട് ആം ആദ്മിക്ക് എങ്കിൽ ഡൽഹി ആം ആദ്മി BJP സമര സംഘർഷങ്ങൾക്ക് വേദിയാകാൻ പോവുകയാണോ? മാധു, തീർച്ചയായും പുതിയ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി ഈ ഇപ്പോൾ നടക്കുന്ന പദ്ധതികളും അതുപോലെ തന്നെ ഇനി പുതുതായി പറഞ്ഞിരിക്കുന്ന പദ്ധതികളും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP മുന്നോട്ട് ഈ അവരുടെ പ്രകടന പത്രികയിലൊക്കെ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങളുമൊക്കെ നടപ്പാക്കുക എന്നത് പുതിയ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. പക്ഷേ ഇന്ന് മോദി തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊരു മോദിക്ക് ഗ്യാരണ്ടിയാണ്. തീർച്ചയായും അത് ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം ഇന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് ഡൽഹി രാഷ്ട്രീയം എങ്ങനെയായിരിക്കുമെന്നത് വളരെ അല്പം കൗതുകത്തോടുകൂടി നോക്കിക്കാണേണ്ട ഒരു കാര്യമായിരിക്കും. മുഖ്യ പ്രതിപക്ഷം ആകുവാൻ വേണ്ടി സ്വാഭാവികമായും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിനൊരു തിരിച്ചുവരവിനുള്ള ഒരു സാധ്യത തേടിക്കൊണ്ട് അവരും ഈ ഒരു സമര പദത്തിലായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കോൺഗ്രസിന് നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 2% വോട്ടിൻ്റെ വർധനവുണ്ടായിട്ടുണ്ട്. ഒരു പൊളിറ്റിക്കൽ സ്പേസ് ഡൽഹിയിലെ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ അവർ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഈ ആം ആദ്മി പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോട്ടം ഉണ്ടാകുകയാണെങ്കിൽ ഡൽഹിയിൽ വീണ്ടും ഒരു BJP കോൺഗ്രസ് പോര് അല്ലെങ്കിൽ ഒരു ബൈപോളാർ പൊളിറ്റിക്കൽ സിറ്റുവേഷനിലേക്ക് വരാൻ എന്നുള്ള ഒരു ആശയമായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷേ ആം ആദ്മി പാർട്ടി നമുക്ക് അത്ര പെട്ടെന്നൊന്നും എഴുതി തള്ളാൻ വേണ്ടി കഴിയില്ല. BJP സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത് ഒരു ട്രയാങ്കുലർ ഒരു സിസ്റ്റം ഡൽഹിയിൽ ഉണ്ടാകണമെന്നതായിരിക്കും. കാരണം ഇന്ന് പ്രധാനമന്ത്രി തന്നെ പറയുകയുണ്ടായി, ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഈ CNDG റിപ്പോർട്ട്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി സംബന്ധിച്ചുള്ള CNDG റിപ്പോർട്ട് സഭയിൽ വയ്ക്കും. ആരൊക്കെ ഈ അഴിമതി നടത്തിയിട്ടുണ്ടോ അവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് ഇന്ന് പ്രധാനമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. ഫലത്തിൽ അതിലൂടെ പ്രധാനമന്ത്രിയും BJP ഒക്കെ ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത് ഒരു ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയെ അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ അവർ നിലനിർത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ ആം ആദ്മി പാർട്ടി ഒരുപക്ഷെ ഒരു വാക്യൂമിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ആ സ്പേസിലേക്ക് കോൺഗ്രസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ നിലവിലെ ഒരു സിറ്റുവേഷൻ, അതായത് 3 പാർട്ടികൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുവാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായും ഈ 2 പാർട്ടികളും ഈ പ്രതിപക്ഷത്തെ ഞങ്ങളാണ് യഥാർത്ഥ പ്രതിപക്ഷമെന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള സമര പോരാട്ടങ്ങൾ സ്വാഭാവികമായും നടത്തും. അതുകൊണ്ട് തന്നെ ഡൽഹി രാഷ്ട്രീയം അല്പസ്വല്പം കലുഷിതമായിട്ടൊക്കെ ആയിരിക്കും വരും ദിവസങ്ങളിൽ പുരോഗമിക്കുക എന്നാണ് എൻ്റെ ഒരു അനുമാനം.